ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന ഇടങ്ങളിൽ മഴ കൂടി പെയ്തതോടെ മലപ്പുറം കൂരിയാട് പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാത അപകട മേഖലയിലേക്ക് സന്ദർശകർ എത്തുന്നത് നിയന്ത്രിക്കുമെന്ന് കൂടി കളക്ടർ അറിയിക്കുന്നു. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, അവസാനം പറഞ്ഞ വരിയാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോഴും നമ്മുടെ നാട്ടുകാർ ആദ്യമൊക്കെ നല്ല കാര്യം ചെയ്താൽ പിന്നെ ഈ കാഴ്ച കാണാൻ പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ വല്ലാതെ അവിടുത്തെ ജനങ്ങളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന ദൃശ്യങ്ങൾ കാണാനും അല്ലെങ്കിൽ അത് പകർത്താനും ഒക്കെയുള്ള ആവേശമാണ്. ദയവായി അത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ മാറി നിൽക്കുക. ഇപ്പോൾ കളക്ടർ വരെ അത് പറയുന്ന സ്ഥിതിക്ക് ഇതാണോ അവിടുത്തെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്? ഒരു കണക്കിന് റോഡ് തകർന്നതിനേക്കാളും അത് കാണാൻ വരുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയോ ജനം? ദിവിഷ്, മാധു, അത്തരത്തിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അത് കളക്ടർ ഇന്നലെ തന്നെ അറിയിച്ചു. ഒരു ഡിസാസ്റ്റർ ടൂറിസത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകരുത്, ആളുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക എന്ന്. അത് കർശനമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഈ കാണുന്ന ബാരിക്കേഡ് വെച്ചു പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ തന്നെ ആരും ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടില്ല. ഈ ഒരു മേഖല വരെ മാത്രമേ ആളുകൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപകട മേഖലയിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇനി കൂരിയാട്ടെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരം തന്നെയാണ്. അത് ഒരു പുനർനിർമ്മാണം അല്ലെങ്കിൽ ഒരു മേൽപ്പാലം, ഈ ആവശ്യങ്ങളൊക്കെ നാട്ടുകാർ ശക്തമാക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ അത് പരിശോധിച്ച് ഉടനടി നടപ്പാക്കണമെന്നാണ്. അതിനു മുമ്പ് നടപ്പാക്കേണ്ട ചില പ്രാഥമിക കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ഭാഗത്തെ ഗതാഗതം സ്തംഭിച്ചതോടുകൂടി തന്നെ ഇവിടുത്തെ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് സമാന്തര പാതകളിൽ. അപ്പോൾ അവിടെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഈ സർവീസ് റോഡ് മറുഭാഗത്ത്, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപകടമുണ്ടായ ഭാഗത്തെ സർവീസ് റോഡാണ്, മറുഭാഗത്തെ സർവീസ് റോഡിൽ പണികൾ തീർത്തുകൊണ്ട് ഉടൻ തുറന്നു കൊടുത്ത്, പ്രത്യേകിച്ചും അധ്യയന വർഷമാണ്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ രീതിയിലൊരു ഗതാഗത കുരുക്കിന് സാധ്യതയുണ്ട്. അതൊക്കെ പരീക്ഷിക്കാൻ, അതൊക്കെ മറികടക്കാൻ വേണ്ടി അത്തരത്തിലൊരു ശ്രമം ഉണ്ടാവുമെന്ന് കളക്ടർ ശരിയാണ്.